ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സംസ്ഥാനം കേരളം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഭൂമി ഏറ്റെടുക്കലിനായി 5580 കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും വികസന വഴികളിൽ വഴിതെളിച്ച് മുന്നേറുകയാണ് കേരളം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സംസ്ഥാനങ്ങൾ ചെലവഴിച്ചതിനേക്കാൾ ഇരട്ടിയോളം തുകയാണ് കേരളം ചെലവിട്ടത്. കേരളത്തിന് പിന്നിൽ ഹരിയാനയാണ്. 3114 കോടിയാണ് ഹരിയാന ചെലവഴിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഡൽഹി, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പിന്നിലുള്ളത്. 5 വർഷത്തിനിടയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരളം 5580 കോടി ചെലവാക്കിയപ്പോൾ BJP ഭരിക്കുന്ന ഗുജറാത്തും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തുക ചെലവഴിച്ചില്ല. അതേസമയം ദേശീയപാത വികസനത്തിനും ഭൂമി ഏറ്റെടുക്കാൻ 5 വർഷത്തിനിടയിൽ ദേശീയപാത അതോറിറ്റി കൂടുതൽ തുക ചെലവഴിച്ചത് മഹാരാഷ്ട്രയിലാണ്. 27,568 കോടി രൂപയാണ് ചെലവഴിച്ചത്. രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് 23,134 കോടി രൂപ ചെലവഴിച്ചു. 22,119 കോടി രൂപയാണ് കേരളത്തിൽ ചെലവാക്കിയത്. മിക്ക സംസ്ഥാനങ്ങളിലും റോഡ് വികസനം NHAI നേരിട്ട് നടത്തുമ്പോഴാണ് NH-66 വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 25% ചെലവ് കേരളം വഹിച്ചത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും അഭിനന്ദിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.